കാനായിലെ കുടുംബത്തിലെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. എത്ര മാന്യതയോടുകൂടിയാണ് പരിശുദ്ധമ്മ ഇടപെടുന്നത്. പരിശുദ്ധമ്മ കുടുംബത്തിന് യാതൊരു വിധത്തിലും ഒരു പേര് മാനഹാനി വരാത്ത രീതിയിൽ മറ്റുള്ളവരെ ഒന്നും അറിയിക്കാതെ വളരെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് എത്ര മാന്യതയോടുകൂടിയാണ് ഈശോയുടെ അരികിൽ വന്ന് കാര്യം പറഞ്ഞ് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷവും പരിശുദ്ധ അമ്മ അവിടെ നിന്ന് മറ്റുള്ളവരോടൊന്നും വിളിച്ചു പറയുന്നില്ല, ഞാനാണ് കേട്ടോ ഈ വീഞ്ഞില്ലാത്ത കാര്യം കണ്ടുപിടിച്ചത്, ഞാനാണ് ഇവിടെ ഈശോയോട് അത്ഭുതം പ്രവർത്തിക്കാൻ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ പുറകെ ഒന്നും പരിശുദ്ധ അമ്മ പോകുന്നില്ല. പലപ്പോഴും ഇന്നത്തെ ഈ ലോകത്തിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ചെയ്താൽ, ഒരു സഹായം ചെയ്താൽ ഉടനെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും മാന്യതയില്ലാത്ത പെരുമാറ്റം പലയിടങ്ങളിൽ നിന്നും നമ്മൾ കാണുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന മാതൃക ഇതാണ്. വളരെ മാന്യതയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടിരുന്നത്. പരിശുദ്ധ അമ്മ വളരെ കരുതലോടുകൂടിയാണ് ഇടപെട്ടിരുന്നത്. വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ തൻ്റെ വൈദികരോടും സിസ്റ്റേഴ്സിനോടും ആ കാര്യം പറയുമായിരുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ നിങ്ങളുടെ ഇടപെടലുകൾ മാന്യതയുള്ളതായിരിക്കണം.